നമസ്കാരം. ഇന്ന് നമുക്കൊരു കഥ പറയാം. ആമയുടെ മുയലിൻ്റെയും കഥ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? മുയൽ ആമയെ ഓട്ട മത്സരത്തിന് വിളിച്ചതും എന്നിട്ട് മുയൽ തോറ്റതും ആമ ജയിച്ചതും. ഓട്ട മത്സരത്തിന് വിളിക്കുമ്പം മുയലിൻ്റെ വിചാരം ഞാനേ ജയിക്കത്തുള്ളൂ, ആമയ്ക്ക് എന്തിനു സാധിക്കും എന്നായിരുന്നു. എന്നിട്ട് മുയൽ കുറച്ച് കഴിയുമ്പോൾ കിടന്ന് ഉറങ്ങി. ആമ പക്ഷേ നിരന്തരം പരിശ്രമത്തിലൂടെ ആമ ജയിച്ചു. ആമയ്ക്ക് മത്സരത്തിന് പോകുമ്പോഴേ അറിയാം മുയൽ ഭയങ്കര ഓട്ടക്കാരനാ, എനിക്ക് അത്രയ്ക്ക് ഓടാനുള്ള കഴിവില്ല എന്നൊക്കെ ആമയ്ക്കറിയാം. പക്ഷെ ആമ എന്താ അവിടെ ഉപയോഗിച്ചേ? ആമ വിചാരിച്ചു ഞാൻ എൻ്റെ കഴിവ് മാക്സിമം അവിടെ കാണിക്കും, ഞാൻ എൻ്റെ ബെസ്റ്റ് അവിടെ കാണിക്കും എന്ന് വിചാരിച്ചു. നമ്മളിൽ പലർക്കുമുള്ള പ്രശ്നം അതാ. നമ്മളിൽ പലരും വളരെ കഴിവുള്ള ആളുകളുണ്ടാവും. പ്രത്യേകിച്ച് കുട്ടികളുടെ കേസിൽ പറയുമ്പോൾ നല്ല പഠിക്കാൻ പെട്ടെന്ന് അങ്ങോട്ട് വായിക്കുന്നതിന് മുമ്പ് മനസ്സിലാകുന്ന കുട്ടികളുണ്ട്. പക്ഷെ അവര് എന്ത് ചെയ്യും? പരീക്ഷയുടെ ഒരു 2-3 ദിവസം മുമ്പായിരിക്കും ബുക്ക് എടുക്കുന്നത്. എന്നുവെച്ചാൽ അവരുടെ വിചാരം ഞാനൊന്ന് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവുമല്ലോ. പക്ഷെ അവർക്ക് അതെല്ലാം പോയി പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റത്തില്ല, മാർക്ക് അവർ വിചാരിക്കുന്ന അത്രയും കിട്ടത്തില്ല. പക്ഷേ ആദ്യത്തെ പരീക്ഷകൾക്കൊക്കെ കുറച്ച് മാർക്ക് കുറയുന്ന കുട്ടികളുണ്ട്. അവര് എന്ത് ചെയ്യും? അവര് നിരന്തരം പരിശ്രമിക്കും. നിരന്തരം പരിശ്രമിച്ച് അവരുടെ മാക്സിമം അവിടെ കാണിക്കും. അവർക്ക് അവരുടെ മാക്സിമം ആണ് അവർക്ക് അവിടെ കാണിക്കാൻ പറ്റുന്നത് അല്ലേ? നമ്മൾ നമ്മുടെ ബെസ്റ്റ് പുറത്തോട്ടെടുക്കണം. അതാണ് നമ്മൾ ഓരോരുത്തരും, ഓരോ കുഞ്ഞുങ്ങളും ചെയ്യേണ്ടത്. അപ്പം നിങ്ങളിൽ എല്ലാവരിലും ഓരോ കഴിവുണ്ട്. എല്ലാവരും അവരവരുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് അവരവരുടെ ഏറ്റവും അവരുടെ ബെസ്റ്റ് കാഴ്ചവെക്കുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പം എല്ലാവർക്കും നന്മകൾ വരട്ടെ. നമസ്കാരം.